130 കിലോ കൊറിയർ അയച്ച ശേഷം ഇത്രയും ബാഗ് വെയിറ്റ് 2026 ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. അത് ഞങ്ങളുടെ ആദ്യത്തെ ആർമി ക്വാർട്ടേഴ്സിലേക്ക്. വെസ്റ്റ് ബംഗാളിലെ തേയിലത്തോട്ടങ്ങളുടെയും കൊമ്പനാന കൂട്ടങ്ങളുടെ ഇടയിലുള്ള ഒരു കോസി പ്ലേസ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷനുകൾക്ക് ശേഷം എടുത്ത തീരുമാനമാണിത്. വേണോ വേണ്ടയോ ഒന്നല്ലൊരു 100 തവണ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഏട്ടന് ഇനി 2 മാസം കഴിഞ്ഞാൽ പുതിയ സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് വരും. അത് ചിലപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആരിയോ ആകാം. എൻ്റെ കരിയറും ജോലിയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്. ജോലി ഒഴിവാക്കുന്നതിനോട് ഏട്ടന് താല്പര്യമില്ല, എനിക്കും. ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാ കപ്പിൾസിനും ഇത് റിലേറ്റബിൾ ആകും. രണ്ടുപേരും 2 സ്ഥലത്ത് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാനുള്ള ഓട്ടോപാസിലാണ്. വരുന്നതും പോകുന്നതും കൂടെ കിട്ടുന്നതായ ടൈം എണ്ണി പിടിച്ച പോലെ ഒരു ജീവിതം. എത്ര കാലം ഇങ്ങനെ പോകുന്ന ആർക്കും ഒരു ഐഡിയ ഇല്ല. ഈ ജോലി കളഞ്ഞു പോയ ആ കരിയർ ബ്രേക്ക് അതത്ര സിമ്പിളല്ല. രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്ത് പോയേക്കാം. കരിയർ നമുക്ക് നേടിയെടുക്കാം, പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ കിട്ടുന്ന ഒരുമിച്ചുള്ള സന്തോഷങ്ങൾ കളയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് വെറും 4 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് 2 മാസമെങ്കിൽ 2 മാസം ക്വാർട്ടേഴ്സിലേക്ക് മാറാമെന്ന് തീരുമാനം എടുത്ത ശേഷം ഏട്ടനിലും ഇന്ന് വരെ കാണാത്തൊരു ചാം കാണുന്നുണ്ട്. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തൻ്റെ വീടിനെ കൂടെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സന്തോഷമാകാം. സ്ഥലം എവിടെയായാലും എന്താ, ആരാ കൂടെയുള്ളത് നോക്കിയാൽ മതിയല്ലോ. 24 മണിക്കൂറിൽ 2 ട്രെയിൻ മാറിക്കേറിയുള്ള യാത്ര. ഒട്ടും മുഷിപ്പ് തോന്നുന്നത് ഈ വഴി വരുമ്പോൾ ഒരു ബാക്ക് ടു ഹോം ഫീൽ പോലെയാണ്. 2 വർഷം മുൻപ് ആസാമിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇതേ വഴിയായിരുന്നു എൻ്റെ യാത്രകൾ. പുതിയതായി ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആൻസൈറ്റി ഒന്നും ഇല്ലായിരുന്നു. കാരണം അറിയുന്നവരും അറിയാത്തവരും ഒരു ഫാമിലി ആകുന്ന പ്ലേസിലേക്കാണല്ലോ പോകുന്നത്. ദി ഇന്ത്യൻ ആർമി ഫാമിലി. വിചാരിച്ച പോലെ ആ സ്നേഹം അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പോയതും ചായയുടെയും ഭക്ഷണത്തിൻ്റെയും രൂപത്തിൽ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഞങ്ങളോട് കരുണയുള്ളതാകുന്ന പ്രതീക്ഷയിൽ.